ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എന്നാൽ സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗസയിലെ വംശഹത്യയിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ആവശ്യം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജി, ഇസ്രായേൽ യാത്രയിൽ താങ്കൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് പരാമർശിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിന് സമാധാനത്തിൻ്റെയും നീതിയുടെയും വെളിച്ചം കാട്ടിക്കൊടുത്ത ചരിത്രമാണ് ഇന്ത്യയുടേത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ താങ്കൾക്ക് കഴിയണം എന്നാണ് പ്രിയങ്ക ഗാന്ധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നടത്തിയ പ്രതികരണം. പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ കാലാകാലങ്ങളായി സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്നും മോദി സർക്കാർ പിന്നോട്ടു പോയെന്നും ഫലസ്തീൻ ജനതയെ പൂർണ്ണമായും കൈവിട്ടു എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ നെതന്യാഹു സർക്കാരിന്റെ ജുഡീഷ്യൽ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലെ പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തരവും അന്തർദേശീയവുമായ ഈ രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ലോകം ഉറ്റുനോക്കുകയാണ്.